ബികോമിന്റെ മലയാളത്തിൽ നമ്മളൊരു MCQ ആണ് നോക്കുന്നത്. കഥയും കവിതയും എന്നാണ് പേപ്പറിന്റെ പേര്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? നമുക്കറിയാം PC കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് എന്ന തൂലിക നാമം. ഇനി ഉറൂബിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവൽ ഏതാണെന്നാണ് രണ്ടാമത്തെ ചോദ്യം. അത് ഉമ്മാച്ചുവിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഉറൂബിന്, അതായത് PC കുട്ടിക്കൃഷ്ണന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവൽ ഉമ്മാച്ചുവാണ്. അടുത്തത് ഇറ്റാർ സിറ്റിയിലേക്ക് തിരികെ പോകുന്ന വണ്ടി എന്ന കഥയിലെ നായിക ആരെയാണ് കാത്തിരിക്കുന്നത്? അവളുടെ അച്ഛനെ കാത്തിരിക്കുകയാണ്. ഓരോ തീവണ്ടിയും വരുമ്പോൾ അല്ലേ, നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ A എന്ന ഓപ്ഷനാണ് അച്ഛനെ. നിങ്ങളുടെ പേരെന്താ എന്ന ചോദ്യത്തിന് കഥാനായകന് മറുപടി ചെയ്ത് അത് ഇറ്റാർ സിറ്റിയിലേക്കുള്ള തിരികെ പോകുന്ന വണ്ടി എന്ന പാഠവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ചോദ്യമാണ്. നിങ്ങളുടെ പേരെന്താ എന്ന പെൺകുട്ടിയുടെ ചോദ്യത്തിന് കഥാനായകൻ എന്ത് മറുപടിയാണ് പറഞ്ഞത്? ഓപ്ഷൻസ് പലത് തന്നിട്ടുണ്ട്. അവിടെ തെണ്ടി എന്നാണ് C എന്ന ഓപ്ഷനാണ് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിന് വരുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് അഞ്ചാമത്തെ ചോദ്യം? മരിക്കാൻ മാത്രമാണോ ജനിക്കുന്നത്? ഏത് കഥയിലെ വരികളാണ് മരിക്കാൻ മാത്രമാണോ ജനിക്കുന്നത്? നമുക്ക് D എന്ന ഓപ്ഷനാണ്. ഇറ്റാർ സിറ്റിയിലേക്ക് തിരികെ പോകുന്ന വണ്ടിയിലാണ് ഇങ്ങനെ ചോദിക്കുന്നത്. രാച്ചിയമ്മ ആരുടെ കൃതിയാണ്? രാച്ചിയമ്മ എന്നത് ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടില്ല. രാച്ചിയമ്മ എന്ന കഥ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത് ഏത് എഴുത്തുകാരിയുടെയാണ് രാച്ചിയമ്മ? എന്തായാലും 7 എന്ന നമ്പർ ഇട്ടേക്കണേ. ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതാ ഉറൂബിന്റെയാണ് രാച്ചിയമ്മ എന്ന കൃതി. അടുത്തത് ഏഴാമത്തെ ചോദ്യം ഒരു പക്ഷേ ഇല്ലായിരിക്കും. ഇതിൽ എട്ടാമത്തെ ചോദ്യം ഖസാക്കിന്റെ ഇതിഹാസം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് എന്നാണ്. എന്തായാലും ഖസാക്കിന്റെ ഇതിഹാസം നമുക്കറിയാം നോവലാണ്. അത് OV വിജയന്റെ കൃതിയാണെന്ന് നമുക്കറിയാം. രവി കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് ഖസാക്കിന്റെ ഇതിഹാസം ആണ്, നമുക്കറിയാം. അത് ആരുടേതാണ്? OV വിജയന്റെ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞോളൂ. തെയ്യുണ്ണി ഏത് കഥയിലെ കഥാപാത്രമാണ്? അപ്പോൾ തെയ്യുണ്ണി എന്ന് പറയുന്നത് കാറ്റ് പറഞ്ഞ കഥ എന്ന് പറയുന്നതിലാണ് തെയ്യുണ്ണി എന്ന കഥാപാത്രം വരുന്നത്. അതും OV വിജയന്റെ തന്നെ കൃതിയാണ്. തെയ്യുണ്ണിയുടെ ഓർമ്മപ്പെരുക്കങ്ങളിലൂടെ അനന്തമായ കാറ്റ് വീശുകയാണ്. സ്നേഹത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നിറവും വംശകഥകളുടെ ബാല്യസ്വപ്നങ്ങളിൽ അയാൾ ഉറങ്ങി എണീറ്റു. ഒടുവിൽ ബാക്കിയാകുന്നത് സംതൃപ്തമായ ദുഃഖം മാത്രം. വീണ്ടും പുലരാനായി ഉറങ്ങുന്ന തെയ്യുണ്ണി. ഇത് OV വിജയന്റെ തന്നെയാണ് തെയ്യുണ്ണി. എന്തായാലും ചിലപ്പോൾ ചില വർഷങ്ങളിൽ ഇത് സിലബസിൽ ഇല്ലാത്ത കഥയാണ്. തെയ്യുണ്ണിയുടെ ഭാര്യ ആര്? ബേബി. തസ്കരനെ വാൽമീകിയാക്കിയ ഏട്ടന്റെ കരുണ ആ കാറ്റിൽ നിറഞ്ഞു. ഏത് കഥയിലെ വരികളാണ് ഇത്? ഇതും കാറ്റ് പറഞ്ഞ കഥ എന്നതിൽ നിന്നുള്ളതാണ്. വാക്കിനേക്കാൾ വലുതല്ലേ ധാരണ? ദേവകി നിന്നെ മനസ്സുകൊണ്ട് സ്വീകരിച്ച മട്ട ആരുടെ വാക്കുകൾ? അമ്മയുടെ വാക്കുകളാണ്. ഇപ്പൊ 4 മയ്യഴിയുടെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് M മുകുന്ദനാണ്. B എന്ന ഓപ്ഷനാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നോവൽ ആരുടേതാണ്? അത് M മുകുന്ദന്റെയാണ്. 16ാമത്തെ ചോദ്യം രാജീന്ദർ പാണ്ഡെ ഏത് കഥയിലെ കഥാപാത്രമാണ്? ഡൽഹി 1951 എന്ന കഥയിലെ കഥാപാത്രമാണ് രാജീന്ദർ പാണ്ഡെ. രഘുവീറും നാനക് ചന്ദും എങ്ങനെയുള്ളവരാണ്? അതും ഡൽഹിയുമായി ബന്ധപ്പെട്ട ഡൽഹി എന്ന കഥയിലെ കഥാപാത്രങ്ങളാണ്. ആരൊക്കെയാണ്? രഘുവീറും നാനക് ചന്ദും എങ്ങനെയുള്ളവരാണ്? അവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് നോക്കുക. മാന്യന്മാർ, രാഷ്ട്രീയക്കാർ, തെമ്മാടികൾ, ഗായകർ. ഓക്കെ, അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? രഘുവീറിനെ കുറിച്ച് നാനക് ചന്ദിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം. അവര് 17ാമത്തെയാണ് അല്ലേ? അതെ, അവര് തെമ്മാടികളാണെന്ന് നമുക്കറിയാം. രഘുവീറും നാനക് ചന്ദും. മഞ്ഞക്കിളി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം ഏത് കഥയിലാണ്? അത് ഡൽഹി 1951 ആ പെൺകുട്ടി ഗ്രൗണ്ടിൽ കൂടെ ഭർത്താവ് നടന്നു വരുന്ന കാര്യമാണ് പറയുന്നത്. കേശവന്റെ വിലാപങ്ങൾ ആരുടെ രചനയാണ്? കേശവന്റെ വിലാപങ്ങൾ എന്നുള്ളത് ആരുടെ രചനയാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ M മുകുന്ദന്റെയാണ് കേശവന്റെ വിലാപങ്ങൾ, നമുക്കറിയാം. M മുകുന്ദന്റെ കൃതികൾ ഏതൊക്കെയാണ് നമുക്ക് ഏകദേശം അറിയാവുന്നതാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ദൈവത്തിന്റെ വികൃതികൾ, ഹരിദ്വാരിൽ മണിമുഴങ്ങുന്നു, കേശവന്റെ വിലാപങ്ങൾ, പ്രവാസം. ഇതൊക്കെ M മുകുന്ദന്റെ കൃതികളാണ്. പക്ഷേ M മുകുന്ദന് നമുക്കിപ്പോൾ പഠിക്കാനുള്ള പാഠം എന്ന് പറയുന്ന 80കളിലെ ഡൽഹിയുടെ അസ്വസ്ഥതയും അരക്ഷിതാവസ്ഥയും ഉള്ള കറുത്ത മുഖം. അതാണ്. രാഷ്ട്രീയക്കാരും ബുദ്ധിജീവികളും അധികാരത്തിനും ആശയത്തിനും വേണ്ടി തർക്കിക്കുന്ന ഒരു വശത്ത്, ഒരു നഗരജീവിയുടെ കുടുംബത്തിന്റെ മണ്ണും മനസ്സും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഗതികെട്ട ജീവിതം ഡൽഹിയിലെ. അതാണ് ഇതിന്റെ പശ്ചാത്തലമായിട്ട് ഡൽഹി 1951 എന്ന കഥയിലെ മുകുന്ദൻ അവതരിപ്പിക്കുന്നത്. അടുത്തത് 20ാമത്തെ ചോദ്യം ദൈവത്തിന്റെ വികൃതികൾ എന്ന നോവൽ രചിച്ചതാര്? ദൈവത്തിന്റെ വികൃതികൾ എന്നത് അതും ഈ M മുകുന്ദൻ തന്നെയാണ്. അടുത്തത് ചിദംബരം ആരുടെ കഥയാണ്? ചിദംബരം CV ശ്രീരാമന്റെയാണ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ CV ശ്രീരാമൻ. അതായത്
ജീവിതമുക്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രയാണങ്ങൾക്കിടയിൽ അയാൾ ചിദംബരത്തെത്തുന്നു. അപ്പോഴും അയാളെ ചൂടുന്ന ആശകളുടെയും ആസക്തികളുടെയും ചുരുൾപ്പടർപ്പുണ്ട്. ഇരുളും വെളിച്ചവും കലർന്ന സ്മൃതികളുടെ ആ കൂടാരങ്ങളിൽ നിന്നിറങ്ങി മന്ത്രങ്ങൾ ഒഴിഞ്ഞ മനസ്സുമായി അയാൾ എവിടേക്കില്ല എന്നില്ലാതെ നടന്നു മറയുകയും ചെയ്തു. ചിദംബരത്തിലെ അയാളുടെ പൂർവ്വകാല സ്മരണകളൊക്കെ എന്ത് ചെയ്യുന്നു, ആ ചിദംബരം എത്തുന്ന ആ വരവ് ഉണ്ടാക്കുന്നുണ്ട്. ചെരുപ്പ് സൂക്ഷിക്കുന്ന ആ സ്ത്രീയെ കണ്ടുമുട്ടുന്നു. അവരുടെ ആരുടെയോ മുഖച്ഛായ ഉണ്ടെന്നൊക്കെ അയാൾക്ക് തോന്നുന്നു. എന്തായാലും 22ാമത് ചോദ്യം താഴെ പറയുന്നത് സി വി ശ്രീരാമന്റെ രചന അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സി വി ശ്രീരാമന്റെ രചനകൾ വാസ്തുഹാര, പുതുമയില്ലാത്തവരുടെ നഗരം, ചിദംബരം, ദുഃഖിതരുടെ ദുഃഖം, ഇതൊക്കെ സി വി ശ്രീരാമന്റെയാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതില് പുതുമയില്ലാത്തവരുടെ നഗരം സി വി ശ്രീരാമന്റെയാണ്, ചിദംബരം വാസ്തുഹാര ഒക്കെ അതെ, ഗുരുസാഗരം ഒ വി വിജയന്റെയാണ്. അപ്പൊ അതാണ് ഇവിടെ തെറ്റായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഗുരുസാഗരം എന്നതാണ് ഇദ്ദേഹത്തിന്റെ അല്ലാത്തത്. നമ്മുടെ 22 ചോദ്യങ്ങൾ നോക്കും. അടുത്ത 23ാമത്തേത് വികല്പങ്ങളുടെ ആരംഭം ഏത് ഗ്രാമം പിന്നിട്ടപ്പോഴാണ് അയാൾ തുടങ്ങിയത്? മണലൂര്, കടലൂര്, രാമേശ്വരം, ചിദംബരം. മണലൂർ ഗ്രാമം പിന്നിട്ടപ്പോഴാണ് അയാളുടെ മനസ്സൊന്ന് ഭാവന തെറ്റിപ്പോകുന്നത്. ഇനി 24 വാച്ചാപുരി ഏത് കഥയിലെ കഥാപാത്രമാണ്? വാച്ചാപുരി ചിദംബരം എന്ന കഥയിലെ കഥാപാത്രമാണ് വാച്ചാപുരി. ഗോപുരനടയിലൂടെ അകത്തേക്ക് കടന്നപ്പോൾ അയാൾക്ക് ഓർമ്മ വന്ന ആരുടെ വരികളാണ്? അയ്യപ്പ ദീക്ഷിതരുടെ വരികളാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. അടുത്തത് 26 ചിദംബരം സിനിമയുടെ സംവിധായകൻ. ചിദംബരം സിനിമയാക്കിയപ്പോൾ അത് ജി അരവിന്ദനാണ് അത് സിനിമയാക്കിയത്. 27 വൃദ്ധസദനം ആരുടെ നോവലാണ്? വൃദ്ധസദനം എന്നുള്ളത് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു. ടി വി കൊച്ചുബാവയുടെ നോവലാണ് വൃദ്ധസദനം.